അപ്പോഴേ ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ടിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാം. അപ്പോൾ ചെറുപയർ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം നല്ലപോലെ അങ്ങോട്ട് കഴുകിയെടുക്കണം. നമുക്കിത് വറുക്കാനുള്ള കേട്ടോ. അപ്പം ഞാനിത് നല്ലപോലെ കഴുകിയെടുക്കട്ടെ. അപ്പോൾ പയർ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയിലിട്ട് വറുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് പയറിട്ട് കൊടുക്കാൻ പോകണം. ഇനി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പയർ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കാം. സെയിം ചട്ടി തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ പാനിയാക്കി വെച്ച ശർക്കരയാണ് കേട്ടോ. അരിച്ചെടുത്തതാണ്. അത് ലേശമായിട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണേ. ശർക്കര പാനി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം കേട്ടോ. ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. എന്നിട്ട് ലേശം ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ഉരുളകളാക്കി എടുക്കണേ. ഉരുളകളാക്കി എടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂട് വേണേ. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലത്തെ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഡെയിലി 1 വീതം കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ പോകില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ തീരും. ഇത് നാളത്തേക്ക് വെക്കാനായിട്ട് ഇത് പറയാനുണ്ടാകില്ല. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഉള്ളത് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ലഡുവാണ് കേട്ടോ.